നമുക്ക് ഉണ്ടായിരിക്കേണ്ട മറ്റൊരു ക്വാളിറ്റിയാണ് ആത്മാർത്ഥത. ആത്മാർത്ഥത മനുഷ്യന് കൂടിയേ തീരുന്നതാണ്. അത് ജീവിതത്തിലായാലും ശരി, അതുപോലെ തന്നെ തൊഴിലിനോടായാലും ശരി, തൊഴിൽ പ്രസ്ഥാനങ്ങളോടായാലും ശരി, അതുപോലെ സമൂഹത്തോടായാലും ചുറ്റും നിൽക്കുന്നവരോടായാലും ഒക്കെ നമുക്ക് എന്തുണ്ടായിരിക്കണം? ആത്മാർത്ഥത ഉണ്ടായിരിക്കണം. പക്ഷേ ഒരു കാര്യം ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ആത്മാർത്ഥത അമിതമാകാൻ പാടില്ല. ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, അത് വേണ്ടാതെ ഞാൻ പറയുന്നില്ല, പക്ഷേ അമിതമാകാൻ പാടില്ല. അമിതമായ ആത്മാർത്ഥത നിങ്ങൾക്കുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? ചിലപ്പോൾ നിങ്ങൾക്ക് ദുഃഖത്തിന് കാരണമായേക്കാം. കാരണം അമിതമായി കഴിഞ്ഞാൽ എന്തും അമിതമായി കഴിഞ്ഞാൽ എന്തും ദുഃഖത്തിന് കാരണമായേക്കാം. കാരണം നിങ്ങളിപ്പോൾ ഒരു വ്യക്തിയോട് അമിതമായ ആത്മാർത്ഥത പുലർത്തുകയാണ്, അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് റിസൾട്ട് നിങ്ങൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ, നെഗറ്റീവ് ഒരു ഇൻസിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? അത് ചിലപ്പോൾ പെട്ടെന്ന് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല. നിങ്ങളുടെ മനസ്സിനെന്ത് ചെയ്യും? അത് പ്രയാസങ്ങൾ ഉണ്ടാക്കിയേക്കാം. അതുകൊണ്ട് ജീവിതത്തിൽ ആത്മാർത്ഥത ഉണ്ടായിരിക്കണം, പക്ഷേ എന്ത് പാടില്ല? ഈ ആത്മാർത്ഥത അമിതമാകുവാൻ പാടില്ല. കേട്ടോ, ജീവിതത്തിൽ ആത്മാർത്ഥത കൂടിപ്പോയ ഒരുപാട് പേര് ജീവിതത്തിൽ തോറ്റുപോയിട്ടുണ്ട്. കേട്ടോ, ഞാൻ വീണ്ടും നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ്, ജീവിതത്തിൽ ആത്മാർത്ഥത വേണ്ട എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ആത്മാർത്ഥത കൂടിപ്പോയി കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ചിലപ്പോൾ അപമാനിതരാകാൻ ഉള്ള സാധ്യത പോലും ഉണ്ട്. കേട്ടോ, അതുപോലെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യം, സഹായിക്കുക എന്നത് എന്താണ്? ഒരു പരോപകാരമാണ്, അത് നന്മയുടെ ഒരു വശമാണ്. പക്ഷേ ഒരാൾക്ക് നിങ്ങളൊരു സഹായം ചെയ്യുമ്പോൾ അയാൾ ആവശ്യപ്പെടാതെ സഹായം ചെയ്യരുത്. കേട്ടോ, ഞാൻ പ്രത്യേകം നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ വീണ്ടും പറയാം, സഹായം ചെയ്യേണ്ടാതെ ഞാൻ പറഞ്ഞില്ല. ഒരു വ്യക്തി ആവശ്യപ്പെടാതെ അയാൾക്ക് സഹായം ചെയ്യരുത്. കാരണം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്ത് ചെയ്യും? നിങ്ങൾ അപമാനിതനായേക്കാം. സഹായം ചെയ്യുന്ന വ്യക്തി ചിലപ്പോൾ അപമാനിതനായേക്കാം. കേട്ടോ, നിങ്ങളൊരാൾക്ക് സഹായം ചെയ്തു, അയാൾ ആവശ്യപ്പെടാതെയാണ് ചെയ്തത്. പിന്നീട് എന്തെങ്കിലും ഒരിക്കലും അദ്ദേഹം നിങ്ങളെ കാണുമ്പോൾ അനുവാമണപ്പുറത്ത് വെച്ച് കണ്ട പരിചയം പോലും ഇല്ലാതെ പോകുന്നു, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും നെഗറ്റീവ് റിസൾട്ട് ഉണ്ടായി കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് ഇപ്പോൾ താങ്ങാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് അതൊന്നും പാടില്ല. കേട്ടോ, സഹായം ചെയ്യുന്നത് തെറ്റില്ല. വീണ്ടും പറയാം, സഹായം ചെയ്യുന്നത് തെറ്റില്ല. കേട്ടോ, നിങ്ങൾ സഹായം ചെയ്യുന്നത് നന്മയുടെ വശമാണ്. പക്ഷേ ഒരാൾ ആവശ്യപ്പെടാതെ അയാൾക്കൊരു സഹായവും ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ജീവിതത്തിൽ ആത്മാർത്ഥത കൂടിപ്പോകാനും പാടില്ല. ആത്മാർത്ഥത കൂടിപ്പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ആ ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഭഗവത്ഗീതയിൽ പറയുന്നൊരു കാര്യമുണ്ട്. ഭഗവത്ഗീതയിൽ കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്. അർജുനൻ കൃഷ്ണനോട് ചോദിക്കുന്നുണ്ട് ഭഗവത്ഗീതയിൽ, കൃഷ്ണ എന്താണ് വിശപ്പ്? കൃഷ്ണൻ അർജുനനോട് പറയുന്നുണ്ട്, ജീവിതത്തിൽ നമുക്ക് ആവശ്യത്തിലധികമായിട്ട് എന്തുണ്ടെങ്കിലും അതെന്താണ്? വിഷത്തിന് തുല്യമാണ്. അത് ആവശ്യത്തിലധികം എന്തായാലും അത് വിഷമാണ്. ഉദാഹരണത്തിന് ദേഷ്യം അമിതമായ വിഷമല്ലേ? ദേഷ്യം അമിതമായുണ്ടാകുന്ന വിധത്തിനെ കുറിച്ച് നമുക്ക് പറയേണ്ടതല്ലോ. അതുപോലെ തന്നെ സ്നേഹമായാലും അമിതമായാലും എന്ത് ചെയ്യും? അത് ദോഷം ചെയ്യുമെന്ന്. അതുപോലെ തന്നെ ആത്മാർത്ഥത, ഇവയൊക്കെ അമിതമായാലും എന്ത് ചെയ്യും? അത് ദോഷം ചെയ്യും, ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. പക്ഷേ ഇതൊക്കെ ആവശ്യത്തിന് വേണം താനും. അപ്പം നല്ലത് ചിന്തിക്കുക, നല്ലത് പ്രവർത്തിക്കുക. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ മുതൽക്കൂട്ട്. കേട്ടോ, നന്മകൾ പ്രവർത്തിക്കുക.